തിരുവനന്തപുരം മലയൻകീഴ് വൃദ്ധയെ ക്രൂരമായി മർദ്ദിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് അനിതയും ചാരിറ്റി പ്രവർത്തകൻ ഷാലു പേയാടും ചേർന്നാണ് വൃദ്ധയെ മർദ്ദിച്ചത്. വൃദ്ധയെയും ചെറുമക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷമായിരുന്നു മർദ്ദനത്തിന് പിന്നിൽ ചാരിറ്റി തട്ടിപ്പെന്നും ആക്ഷേപം. വൃദ്ധ മലയൻകീഴ് പോലീസിൽ അഭയം തേടി. ഇന്നു രാവിലെയാണ് വൃദ്ധയെയും ചെറുമക്കളെയും മഹിളാ കോൺഗ്രസ് നേതാവും ചാരിറ്റി പ്രവർത്തകനും ചേർന്ന് മർദ്ദിച്ചത്. മാതാപിതാക്കൾ നഷ്ടമായ 2 കുട്ടികളെയും വൃദ്ധയെയും ചാരിറ്റി പ്രവർത്തകൻ ഷാലു പേയാടിന്റെ നേതൃത്വത്തിലാണ് മലയൻകീഴുള്ള വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനിതയുടെ വീട്ടിലാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത്. എന്നാൽ 2 മാസമായി ആഹാരമോ മറ്റു സഹായങ്ങളോ ഒന്നും ഇവർക്ക് നൽകിയിട്ടില്ലെന്നും പരാതി. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ? വീട് വെച്ച് നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇവരെ മലയൻകീഴ് താമസിപ്പിച്ചത്. ഇതിന്റെ പേരിൽ പൈസയടക്കം വൃദ്ധയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയിരുന്നു. തുടർന്നാണ് ഇന്നിവരെ വീട്ടിലെത്തി മർദ്ദിച്ചത്. അവനാണ് അടിച്ചത്. വീട് വെച്ച് തരാന്ന് പറഞ്ഞ് എന്റെ 50,000 രൂപ എടുത്തവൻ അവനാണ് ഇത് ചെയ്തത്. പിടിച്ചു വെച്ചെടുത്തത് അനിതയും അനിതയുടെ ഭർത്താവും ഭാഗത്തായി ശാരിയുടെ മോള്. ഇവരിത്രയും പേര് വന്നാണ് കൂട്ടവനെ ചെയ്യുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മോളിൽ അവരെ അങ്ങേരുടെ അങ്ങേരില്ലരുത് ആ തക്കം നോക്കിയാണ് ഇവർ ഓടി വന്ന് പിടിച്ച്. പക്ഷെ അതോടെ ഞാനങ്ങ് വീട് തപ്പി കിട്ടാതിരുന്ന് കിട്ടിയപ്പോൾ അത് നല്ലൊരു ചവിട്ടിയതാണ്. ഞാൻ ആകെ തളർന്നു പോയത്. പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും എനിക്ക് പറ്റില്ല. ചോര വന്ന കണ്ടപ്പോൾ ഞാൻ പേടിച്ചൊരു ആപ്പാണ്. വൃദ്ധ മലയൻകീഴ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലും ഇവർ അഭയം തേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.